ഹലോ ഗായ്സ്, ഞാനിപ്പോൾ 7th വീക്കിലാണ്. ഇതെൻ്റെ സ്ട്രഗ്ലിംഗ് ഫേസ്. ഞാനിപ്പോൾ ഏകദേശം ഒരു 1.5 മാസമായി ഈ വീക്കിൽ തന്നെ കുറേ നാൾ വലിച്ചിരിക്കാൻ തുടങ്ങിയിട്ട് സെയിം റൂട്ടീൻ സെയിം റിപ്പീറ്റ് ഒരു 4 to 5 വീക്കെങ്കിലും കണ്ടിന്യൂസ് റിപ്പീറ്റ് അടിച്ച്. ഇതിൽ വരുന്നത് മെൻ്റൽ പ്രഷർ, കൺഫ്യൂഷൻ, ഒരു ടൈപ്പ് ഓഫ് റിവ്യൂ ഒരു തരം പേടി, ഇതൊക്കെയാണ് മെയിൻ പ്രശ്നം. മെൻ്റൽ പ്രഷർ താങ്ങാൻ പറ്റില്ല ഈ ഒരു ഫേസിൽ. ഇതുവരെ ഞാൻ വിചാരിച്ചത് കുറച്ച് എഫേർട്ട് ഇട്ട് കഴിഞ്ഞാൽ സ്മൂത്തായിട്ട് കാര്യങ്ങൾ പോകുന്നതാണ്. പക്ഷെ ഒരു തരത്തിലും സ്മൂത്തായിട്ട് പോകില്ല. നമ്മൾ വീണ്ടും ബാക്കിലോട്ട് ആയിക്കൊണ്ടേയിരിക്കും. ഡെയിലി റൂട്ടീൻ എന്ന് പറയുമ്പോൾ ലാപ്പ് എടുക്കുക, വെറുതെ ഫ്രണ്ടിൽ വെക്കുക, എന്തെങ്കിലും നോക്കുക, സൈഡിൽ ഇരിക്കുക, വേറെ എന്തെങ്കിലും വർക്ക് ചെയ്യുക, അതാണ് മെയിനായിട്ട് നടക്കുന്നത്. ഇപ്പോൾ തന്നെ ഇവരുടെ കണ്ടനേഷൻ എടുത്ത് മാറ്റിയത് കൊണ്ട് ഒരു പ്രഷറും ഇല്ല. അത് വേറൊരു സൈഡ്, ഒരു റിലീഫ് പോലെയാണ്. ഒരു പഠിക്കുന്ന കാര്യം നമുക്ക് വേണമെങ്കിൽ ഫേക്ക് ചെയ്യാം. മെയിൻ പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആരും പറഞ്ഞു തരാനില്ല, ആരും ശ്രദ്ധിക്കാനില്ല. നമ്മളിങ്ങനെ വീക്ക് ബാക്ക് അടിച്ച് പുറകിലോട്ട് പോയിക്കൊണ്ടേയിരിക്കും. പക്ഷെ ഇവിടെയാണ് പണി വാളാൻ പോണത്. നമ്മളിങ്ങനെ ഓരോ സമയവും റിപ്പീറ്റ് ആയിക്കൊണ്ടിരിക്കുമ്പോൾ നമ്മൾ ആ ഒരു ട്രാക്കിൽ നിന്ന് ടച്ച് വിട്ടു പോകും. അതായത് നമ്മൾ പിന്നിലേക്കായി പോകും. എന്താ പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ ഇറ്റ്സ് നോട്ട് ബിക്കോസ് ടാസ്ക് ഇമ്പോസിബിൾ ആയതുകൊണ്ടല്ല. നമുക്ക് എങ്ങനെയാണ് റിവ്യൂസ് എടുക്കുമ്പോൾ റിവ്യൂവറിൻ്റെ ആൻസർ സ്ട്രക്ചർ ചെയ്ത് കൊടുക്കാൻ പറ്റായിക വരുമ്പോഴാണ് ആ ഒരു പ്രശ്നം. ഓരോ തവണ റിവ്യൂ അറ്റൻഡ് ചെയ്യുമ്പോഴും ഫെയിലാകുമ്പോൾ പുറകിലേക്ക് പോകും. അങ്ങനെ ഒരു കാര്യം മനസ്സിലാക്കിയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫൗണ്ടേഷൻ പാസ്സാകുക എന്നുള്ളതല്ല വലിയ കാര്യം. ഈ ഒരു സ്റ്റേജിലേക്ക് നമ്മൾ എത്തുമ്പോൾ നമുക്ക് റിവ്യൂ അറ്റൻഡ് ചെയ്ത് പാസ്സാകാൻ പറ്റാത്തൊരവസ്ഥ വരും. അപ്പോഴാണ് സ്റ്റക്കായി പോണത്. നമ്മളിങ്ങനെ ഓരോ തവണ ബാക്കിലേക്ക് പോകും. റിവ്യൂ അറ്റൻഡ് ചെയ്യും, റിപ്പീറ്റ് ആവും, റിവ്യൂ അറ്റൻഡ് ചെയ്യും, റിപ്പീറ്റ് ആവും. ഇങ്ങനെ ഓരോ തവണ പോകുമ്പോഴും നമ്മൾ പുറകിലേക്ക് ആയി ആ ഒരു റിയാലിറ്റി എന്നുള്ളൊരു സാധനം, അതൊന്നൊരു ടച്ച് അങ്ങ് പോകും. ഞാനിപ്പോൾ ഏകദേശം ഒരു 1.5 മാസം പുറകിലാണ്. അതായത് ഒരു 6-7 വീക്ക് പുറകിലാണ്. ഈ വീഡിയോ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ, അതായത് പ്രോ ക്യാമ്പിൽ ജോയിൻ ചെയ്യാൻ ആയിട്ട് നിൽക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ, ഈ വീഡിയോ കാണുന്നവരുണ്ടെങ്കിൽ ഇത്തരം കാര്യങ്ങളൊക്കെ നോട്ട് ചെയ്യുക. ഞാൻ മുന്നേ പറഞ്ഞ വീഡിയോസിലെ കാര്യങ്ങളൊക്കെ നോട്ട് ചെയ്തിട്ട് മാത്രം ജോയിൻ ചെയ്യുക. ഈ ഒരു ജേണി എന്ന് പറയുന്നത് പെർഫെക്റ്റ് ആകുക എന്നുള്ളൊരു സാധനമല്ല. നിങ്ങൾ തോറ്റ് കഴിഞ്ഞാലും വീണ്ടും പഠിക്കുക, തോറ്റ് കഴിഞ്ഞാൽ വീണ്ടും പഠിക്കുക, തോക്കുക, വീണ്ടും തോക്കുക, പഠിക്കുക, അതൊക്കെ തന്നെ. ഈ ഒരു ഫേസിൽ എനിക്ക് പറയാനുള്ളത്, ഞാനിപ്പോൾ കോൺഫിഡൻ്റ് അല്ല, കംഫർട്ടബിളും അല്ല. പക്ഷേ എന്ത് തന്നെ ആയാലും പഠിച്ചാലേ മുന്നോട്ട് പോകാൻ പറ്റൂ. വേറെ ഒരു വഴിയില്ല. നമ്മൾ തന്നെ എഫേർട്ട് എടുത്ത്, നമ്മൾ തന്നെ വഴി കണ്ടെത്തി, നമ്മൾ തന്നെ പഠിക്കണം. ഇപ്പോൾ ഒരു കാര്യം മെയിനായിട്ട് എനിക്ക് പറയാനുള്ളത്, ഇത് ഒരു അവസാനമൊന്നുമല്ല, ഇതാണ് തുടക്കം. ഇനിയാണ് പ്രശ്നങ്ങൾ. ഫൗണ്ടേഷനൊന്നും ഒന്നുമല്ല. സോ ജോയിൻ ചെയ്യാൻ നിൽക്കുന്നവർ ഇത്തരം കാര്യങ്ങളൊക്കെ അറിഞ്ഞിട്ട് ജോയിൻ ചെയ്യുക. അതാണ് എൻ്റെ ഒരു ഓണസ്റ്റ് റിപ്ലൈ. സോ ഇതെൻ്റെ 7th വീക്കാണ്. ഇനി നെക്സ്റ്റ് വീക്കിൽ പോകുമ്പോൾ അടുത്ത വീഡിയോ ചെയ്യാം. സോ ടിൽ ദെൻ ബൈ.